ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ആര്യ രവീൻ വ്ളോഗ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുട്ടി ടെമ്പിൾ വ്ളോഗാണ്. ഇതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു ഈവനിങ് വ്യൂ. അറൗണ്ട് ഒരു 4:30 തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. നമ്മളിന്ന് പോകാൻ പോകുന്നത് ബാംഗ്ലൂരിലെ ശ്രീ നാഗേശ്വര സ്വാമി ടെമ്പിളിലേക്കാണ്. ഈ ക്ഷേത്രത്തിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ബാംഗ്ലൂരിലെ ബഗൂർ ലേക്കിൻ്റെ അടുത്തായിട്ടാണ് ലൊക്കേഷൻ വരുന്നത്. ഞങ്ങളൊരു അറൗണ്ട് ഒരു 4:45 ഒക്കെ ആയപ്പോഴത്തേക്കും അവിടെ എത്തിയായിരുന്നു. അത്യാവശ്യം ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റേഴ്സാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ഡിസ്റ്റൻസ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി കുറച്ച് ഔട്ട്ഡോർ വീഡിയോസ് എടുത്തായിരുന്നു. ഇതാണ് പാർക്കിംഗ് സ്പേസ് വരുന്നത്. അവിടെ ഞങ്ങൾ വണ്ടി ഒതുക്കിയിട്ട് കുറച്ച് വെയിറ്റ് ചെയ്തായിരുന്നു. നട തുറക്കുന്ന ടൈം വന്നിട്ട് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആക്ച്വലി നാട്ടിലെ ഒരു ടൈം അനുസരിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. നാട്ടിലൊക്കെ 5 o'clock ആണല്ലോ ക്ഷേത്രത്തിൻ്റെ നട തുറക്കുന്ന സമയം. പക്ഷേ ഇവിടെ 5:30 ആയിരുന്നു. അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കറക്റ്റ് 5:30 ആയപ്പോൾ തന്നെ ക്ഷേത്രം ഓപ്പൺ ആയിരുന്നു. ഞങ്ങൾ ഉള്ളിലോട്ട് കയറി. ആക്ച്വലി ഈ നാഗേശ്വര സ്വാമി ടെമ്പിളിനെ നാഗനന്ദേശ്വര സ്വാമി ടെമ്പിൾ എന്നും അറിയപ്പെടുന്നുണ്ട്. 1300ഓളം വർഷം പഴക്കമുള്ള ശിവനെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ നാഗേശ്വര സ്വാമി ടെമ്പിൾ. ചോള ഡൈനാസ്റ്റിയിലെ ആദ്യത്തെ ചോള കൺസ്ട്രക്ട് ചെയ്തതാണ് ഈ ഒരു ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. 5 ശിവലിംഗ പ്രതിഷ്ഠകളെയാണ് ഇവിടെ ആരാധിക്കുന്നത്. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് ഉള്ളിലോട്ട് കയറിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ കുറച്ച് ഔട്ട്ഡോർ വീഡിയോസൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തായിരുന്നു. അത് ഈ വീഡിയോടൊപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് വരാം. തൊഴുതിറങ്ങിയ ശേഷം ഞങ്ങളുടെയും കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തായിരുന്നു. തിരിച്ചിറങ്ങിയ ടൈമിന് ഈ ഒരു അന്തരീക്ഷമായിരുന്നു. അവിടെ അത്യാവശ്യം നല്ല രീതിക്ക് മഴ വരാനുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു. ഈ ഒരു ക്ലൈമറ്റിൽ വന്നിട്ട് ടെമ്പിൾ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളിയായിരുന്നു കാണാനായിട്ട്. പിന്നെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ഡ്രസ്സസ് അലൗഡ് ആണ്. പിന്നെ ഞങ്ങൾക്ക് ഫോണ് ഉള്ളിലോട്ട് ഷൂട്ടിംഗ് അലൗഡ് അല്ല. ഈ ഒരു ഔട്ടർ ഏരിയ മാത്രമേ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉള്ളിലോട്ട് ഫോണ് കൊണ്ട് കയറാം, പക്ഷേ ഷൂട്ടിംഗ് അലൗഡ് അല്ലായിരുന്നു. തിരിച്ചിറങ്ങിയ സമയത്ത് എന്താ പറയുക, അത്യാവശ്യം നല്ല രീതിക്ക് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് പോസ്റ്റ് ആവുകയും ചെയ്തായിരുന്നു. അങ്ങനെ ഒരുവിധം മഴയൊക്കെ തോർന്നപ്പോഴത്തേക്കും വണ്ടി എടുക്കാൻ വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. അങ്ങനെ മഴവിലിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. ഈ ഒരു എൻട്രൻസ് ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ കാണിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അത്യാവശ്യം ട്രാഫിക് ഉണ്ടായിരുന്നുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള മെയിൻ എൻട്രൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്